ഇനി നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ള അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ എക്സിക്യൂഷൻ, റിപ്പീറ്റഡ് എക്സിക്യൂഷൻ ആൻഡ് കഴ്സർ ബേസ്ഡ് റെപ്പിറ്റേഷൻ. ഇത്രയും ടോപ്പിക്കാണ് ഇനി വരുന്നത്. ഒന്നാമത്തെ നമുക്ക് ടോപ്പിക്ക് നോക്കാം. PLSQL കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. നമുക്കറിയാം, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ നോർമൽ ആയിട്ടുള്ള എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യൽ ആയിട്ടാണ്, അതായത് 1 by 1 ആയിട്ടാണ് അതിനകത്തെ കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ നോർമൽ ഫ്ലോയെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റുകൾ യൂസ് ചെയ്യുന്നത്. അതായത് നോർമലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ആ 1 by 1 ആയിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു രീതി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും സാധാരണ പോലെ തന്നെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്നും അതുപോലെ തന്നെ ലൂപ്സ് അല്ലെങ്കിൽ ഐറ്ററേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എന്നും. അതിനകത്തെ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് നോക്കുക. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ദോസ് സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ ഇൻ ചേഞ്ച് ഓഫ് എക്സിക്യൂട്ടിംഗ് എ സ്റ്റേറ്റ്മെന്റ് ഔട്ട് ഓഫ് മൾട്ടിപ്പിൾ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് ബേസ്ഡ് ഓൺ സം കണ്ടീഷൻ. അതായത് എന്തെങ്കിലും ഒരു കണ്ടീഷന്റെ ബേസിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ആ സ്റ്റേറ്റ്മെന്റിനോട് നമ്മൾ പറഞ്ഞു കണ്ടീഷൻ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ആ കണ്ടീഷൻ ഒന്നെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പോൾ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു പാർട്ട് കാണും, അതുപോലെ തന്നെ ഫോൾസ് ആണെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് മറ്റൊരു പാർട്ട് കാണും. അപ്പം അങ്ങനെയാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റുകളുടെ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം മെയിൻ ആയിട്ടും PLSQL-നകത്ത് രണ്ടായിട്ടാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്സും അതുപോലെ തന്നെ കേസ് സ്റ്റേറ്റ്മെന്റ്സും. അപ്പം ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇനി ഈ രണ്ടെണ്ണത്തിനും ഒരുപാട് വേരിയേഷൻസും കൂടെ വരുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് PLSQL-നകത്തെ ഒന്നാമത്തെ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് ആയ ഈഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ സിമ്പിൾ ഈഫിനോട് ഈക്വൽ ആണിത്. അപ്പൊ ഈഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കണ്ടീഷനോട് കൂടി ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടിയാണ് നമ്മൾ ഈഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. അത് നിങ്ങൾ നോട്ടായിട്ട് എഴുതിയെടുക്കുക. ഇവിടെ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. The if statement or the if then statement can be used when there is only a single condition to be tested. അതായത് ഒരു സിംഗിൾ കണ്ടീഷന്റെ ബേസിൽ നമുക്കൊരു ആക്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഏത്? ഈഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ PLSQL-നകത്ത് വരുമ്പം നമ്മൾ ഈഫ് ദെൻ എന്നാണ് പറയുന്നത്. ഈഫ് ദെൻ. ഇനി അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? ഈഫിനോട് കൂടി ഒരു കണ്ടീഷൻ ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമായിരിക്കും ഈഫിനകത്തെ സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ആ ഈഫ് എന്ന് പറയുന്ന ആ ക്ലോസിനെ നമ്മുടെ പ്രോഗ്രാം കൺട്രോളർ ഇഗ്നോർ ചെയ്ത് കളയും. ബാക്കിയുള്ള സീക്വൻസ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഫോൾസ് പാർട്ടിന് നമ്മളൊരു സെക്ഷൻ അവിടെ കൊടുക്കുന്നില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു സിംഗിൾ കണ്ടീഷനെ ബേസ് ചെയ്ത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്നത്. ഇനി താഴെ തന്നിരിക്കുന്നത് നോക്കുക. സിൻടാക്സ് ആണ് തന്നിരിക്കുന്നത്. ഈഫ് ടെസ്റ്റ് കണ്ടീഷൻ ദെൻ ബോഡി ഓഫ് ആക്ഷൻ എൻഡ് ഈഫ്. അപ്പൊ ഇതാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിൻടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്താണ് കണ്ടീഷൻ വരുന്നത്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിലാണ് ഏത് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഈഫിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ഇത്രയും സ്റ്റേറ്റ്മെന്റുകളെ നമ്മുടെ പ്രോഗ്രാം കൺട്രോളർ ഇഗ്നോർ ചെയ്ത് കളയും. എന്നിട്ട് ഇതിന് ബാക്കിയായിട്ട് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. താഴെ ഒരു എക്സാമ്പിളും കൂടെ തന്നിട്ടുണ്ട്, നോക്കുക. സെറ്റ് സെർവർ ഔട്ട്പുട്ട് ഓൺ ഡിക്ലയർ x int equal to 10 by int equal to 80. അപ്പൊ സെറ്റ് സെർവർ ഔട്ട്പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്തിനാന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. DBMS ഔട്ട്പുട്ട് ഡോട്ട് പുട്ട് ലൈൻ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ക്രീനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മുടെ മെമ്മറി ബഫറിനകത്തുള്ള വേരിയബിൾസിന്റെ വാല്യൂസിനെ ഒക്കെ നമുക്ക് സ്ക്രീനിനകത്ത് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ സെർവർ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഡിക്ലെയറോട് കൂടി കിടക്കുന്നതാണ് ഡിക്ലറേഷൻ പാർട്ട്. അവിടെയാണ് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടുന്ന വേരിയബിൾസിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇനിഷ്യലൈസും കൂടെ ചെയ്തിട്ടുണ്ട്. നോക്കുക, രണ്ട് വേരിയബിൾസിനെയാണ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. എക്സ് എന്നും വൈ എന്നുമാണ് വേരിയബിളിന്റെ പേര്. ഇന്റിജർ ആണ് അതിന്റെ ടൈപ്പ്. ഇനി എക്സിന് 10 എന്നുള്ള വാല്യൂവും വൈന് നമ്മൾ 80 എന്നുള്ള വാല്യൂവുമാണ് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത സെക്ഷൻ നോക്കുക. ബിഗിനോട് കൂടിയാണ് നമ്മുടെ എക്സിക്യൂഷൻ സെക്ഷൻ കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റുകളെല്ലാം നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ പ്രോഗ്രാമിംഗുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളെല്ലാം നമ്മൾ അവിടെ കൊടുക്കുന്നത്
ബിഗിനോട് കൂടിയിട്ടുള്ള എക്സിക്യൂഷൻ പാർട്ടിനകത്താണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ സിമ്പിൾ if ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, if y greater than x then DBMS output dot put line, അതിനകത്ത് നമ്മളൊരു മെസ്സേജ് കൊടുത്തിരിക്കുക. അപ്പൊ ഇവിടെ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ എന്താണ്? y എന്ന് പറയുന്നത് x-നെക്കാട്ടും വലുതാണെന്നാണ് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലാണ് ഈ കണ്ടീഷൻ ട്രൂ എന്ന് പറയുക. അതായത് y എന്ന് പറയുന്നത് x-നെക്കാട്ടിലും വലുതാണെങ്കിലാണ് കണ്ടീഷൻ ട്രൂ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? റിസൾട്ട് എന്ന് പറഞ്ഞൊരു മെസ്സേജ്, അതോടൊപ്പം y-യുടെ വാല്യൂ, അതോടുകൂടി ഈസ് ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ മറ്റൊരു മെസ്സേജ്, അതോടൊപ്പം തന്നെ x-ന്റെ വാല്യൂ. അപ്പൊ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വെർട്ടിക്കൽ ലൈൻസ് ഉണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞാൽ PLSQL-നകത്തെ കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ആണ്. അതായത് ഇതിപ്പോ 3 പാർട്ടായിട്ടല്ലേ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഇവിടെ സിംഗിൾ കോട്ട് കൊടുത്ത് ഒരു സ്ട്രിങ് കൊടുത്തു, ഇവിടെ y-യുടെ വാല്യൂ കൊടുത്തു, ഇവിടെ മറ്റൊരു സ്ട്രിങ് കൊടുത്തു, ഇവിടെ x-ന്റെ വാല്യൂ കൊടുത്തു. അപ്പൊ ഈ 3 സെക്ഷനുകളെ തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്ത് ഒരൊറ്റ ലൈനിൽ വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെർട്ടിക്കൽ ലൈൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ കാര്യം ഓർത്ത് വെക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് y എന്ന് പറയുന്നത് x-നെക്കാട്ടിലും വലുതാണെങ്കിൽ എന്താ കൊടുത്തിരിക്കുന്നത്? റിസൾട്ട് y-യുടെ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ x എന്നുള്ള ഒരു രീതി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് റിസൾട്ട് എന്ത് വരും? ഇവിടെ y-യുടെ വാല്യൂ 80 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, x-ന്റെ വാല്യൂ 10. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് 80 എന്ന് പറയുന്നത് 10-നെക്കാട്ടിലും വലുതാണ്. അപ്പൊ y-യുടെ വാല്യൂ വലുതാണ്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 80 ഈസ് ഗ്രേറ്റർ ദാൻ 10. റിസൾട്ട് 80 ഈസ് ഗ്രേറ്റർ ദാൻ 10 എന്നുള്ളതായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട്. ഇപ്പൊ ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പാർട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ഇത്രയും കോഡുകളെ അങ്ങ് ഇഗ്നോർ ചെയ്ത് കളഞ്ഞിട്ട് അടുത്ത എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് സിമ്പിൾ ഈഫിനകത്ത് അല്ലെങ്കിൽ ഇഫ് ദെന്നിനകത്ത് വരുന്നത്. ഇനി ഈ തന്നിരിക്കുന്നത് നമ്മുടെ ഇഫ് ദെന്നിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ് അല്ലെങ്കിൽ ഡയഗ്രാം ആണ്. അപ്പൊ നോക്കുക, നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്ത് ട്രൂ ആണെങ്കിൽ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറെ അധികം സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. നോർമൽ ആയിട്ടുള്ള രീതിയിൽ അടുത്ത ബ്ലോക്കിലോട്ട് അല്ലെങ്കിൽ അടുത്ത സെക്ഷൻ ഓഫ് കോഡിലോട്ട് പോകുന്നു. ഇനി ഫോൾസ് ആണെങ്കിലോ, ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഫോൾസ് ആണെങ്കിൽ നേരെ തന്നെ എങ്ങോട്ട് പോകും? ആ ഇഫ് എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിനെ തന്നെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തൊരു പാർട്ടിലോട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ പോകുന്നു. ഇനി അടുത്തതാണ് PLSQL if then else. ഈഫിന്റെ ഒരു മറ്റൊരു വേരിയേഷൻ ആണ് if then else എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സെക്ഷനകത്ത് ഈഫിന് ഒരു സിംഗിൾ കണ്ടീഷനും ചെക്ക് ചെയ്യാനും അത് ട്രൂ ആണെങ്കിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഫീച്ചറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫീച്ചർ വേണ്ടേ? അതിനു വേണ്ടിയാണ് നമ്മൾ if then else യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഒരു 2 സെക്ഷൻസ് കാണും. കണ്ടീഷൻ ട്രൂ ആണെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു സെക്ഷൻ കാണും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ മറ്റൊരു സെക്ഷൻ കാണും. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സിന്റാക്സ് നോക്കുക. if ടെസ്റ്റ് കണ്ടീഷൻ then statement 1 or set of statements 1 else statement 2 or set of statements 2 end if semicolon. അപ്പൊ ഇവിടെ ifനോട് കൂടി ഒരു കണ്ടീഷൻ തരുന്നു, അത് ട്രൂ ആണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നു. ട്രൂ ആണെങ്കിൽ ifനോട് കൂടിയുള്ള ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണെന്ന് വിചാരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നേരെ എങ്ങോട്ട് പോകും? എൽസ് പാർട്ടിലോട്ട് പോയിട്ട് അവിടുത്തെ സ്റ്റേറ്റ്മെന്റുകളായിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. ഒന്നെങ്കിൽ ifോ അല്ലെങ്കിൽ എൽസോ ആയിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. രണ്ടും കൂടെ ഒരുമിച്ച് എക്സിക്യൂട്ട് ആവത്തില്ല. ഒന്നെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിലുള്ള പാർട്ട്, അല്ലെങ്കിൽ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലുള്ള പാർട്ട്. ഇനി ഈ തന്നിരിക്കുന്നതാണ് നമ്മുടെ ഈ എൽസ് ദെന്നിന്റെ ഡയഗ്രാം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കിയാൽ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്ത് ട്രൂ ആണെങ്കിൽ ifന്റെ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഫോൾസ് ആണെങ്കിൽ നമ്മുടെ എൽസിന്റെ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. നോർമൽ ആയിട്ടുള്ള രീതിയിൽ ബാക്കി ഭാഗത്തോട്ട് ഫ്ലോ പോകുന്നു. തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. ഓഡ് ഓർ ഈവൻ കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് തന്നിരിക്കുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു വേരിയബിളിനെയാണ് നമുക്ക് ഈ പ്രോഗ്രാമിലോട്ട് ആവശ്യം. നമ്മൾ അതുകൊണ്ട് ആ വേരിയബിളിനെ ഡിക്ലറേഷൻ പാർട്ടിനകത്ത് ഡിക്ലെയർ ചെയ്തു. എക്സ് എന്നാണ് നമ്മുടെ വേരിയബിളിന്റെ നെയിം, ഇന്റ് എന്നുള്ളതാണ് ടൈപ്പ്, സെമിക്കോളൻ കൊടുത്തു. ഇനി ബിഗിനോട് കൂടി നമ്മുടെ എക്സിക്യൂഷൻ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അവിടെ നമ്മൾ എക്സിനുള്ള വാല്യൂ നമ്മൾ കീബോർഡിൽ നിന്നും റീഡ് ചെയ്തെടുത്തിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ ഈ ആംപർസൻഡോട് കൂടി കൊടുത്തിരിക്കുന്നത്. യൂസർ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന വാല്യൂ കീബോർഡിൽ നിന്നും റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആംപർസൻഡോട് കൂടിയിട്ട് വേരിയബിളിന്റെ നെയിം കൊടുത്തിരിക്കുന്നത്. ഇനി ഈഫിനകത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നോക്കുക. ഇഫ് മോഡ് ഓഫ് എക്സ് കോമ 2 ഈക്വൽ ടു 0 then DBMS output dot put line നമ്മൾ മെസ്സേജ് ആയിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? ഈവൻ നമ്പർ എന്ന്. എൽസ് DBMS output dot put line നമ്മൾ മെസ്സേജ് ആയിട്ട് ഓഡ് നമ്പർ എന്ന് കൊടുത്തു. എൻഡ് ഇഫ് നമ്മുടെ ബ്ലോക്ക് എൻഡ് ചെയ്തു. ഇനി ഇവിടുത്തെ വർക്കിംഗ് എങ്ങനെയായിരിക്കും? ഇവിടെ കൊടുത്തിരിക്കുന്ന മോഡ് ഫംഗ്ഷൻ ആണ്. മോഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ
റിമൈൻഡർ ആയിരിക്കും ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. അതായത് എക്സിന് കറസ്പോണ്ടിങ് യൂസർ എൻ്റർ ചെയ്യുന്ന ഒരു വാല്യൂവും ആ വാല്യൂവിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് ഈ മോഡ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സിന് യൂസർ കൊടുക്കുന്ന വാല്യൂവിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് മെസ്സേജ് വരണം? ഈവൻ ആണെന്ന് മെസ്സേജ് വരിക, ഈവൻ നമ്പർ ആണെന്ന് മെസ്സേജ് വരിക. അല്ലെങ്കിൽ ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ എന്ത് മെസ്സേജ് വരണം? ഓഡ് നമ്പർ എന്ന മെസ്സേജ് വരണം. ഇതാണ് ഇവിടുത്തെ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ഇഫിന്റെ പാർട്ട്, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ എൽസിന്റെ പാർട്ട്. അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് നോക്കുക. എക്സാമ്പിൾ ആയിട്ട് യൂസർ എൻ്റർ ചെയ്യുന്ന വാല്യൂ 6 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്താണ്? 6നെ ആദ്യമേ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ 0 ആണെന്ന് നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ 6 എന്ന് പറഞ്ഞത് ഈവൻ നമ്പർ ആയതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 തന്നെയായിരിക്കും കിട്ടുന്ന റിമൈൻഡർ. അതുകൊണ്ട് എന്തെന്ന് മെസ്സേജ് വരും? ഈവൻ നമ്പർ എന്ന മെസ്സേജ് വരും. ഇനി അടുത്ത ഈഫിന്റെ ഒരു വേരിയേഷൻ ആണ് ഇഫ് ദെൻ എൽസ് ഇഫ്, എൽസ് സ്റ്റേറ്റ്മെന്റ്. അതായത് നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇഫ് ദെൻ എൽസ് ഇഫ്. നമ്മൾ ഇഫിന്റെ കാര്യം പറഞ്ഞു, എൽസിന്റെ കാര്യം പറഞ്ഞു, കണ്ടീഷൻ ട്രൂ ആണെങ്കിലും കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും ചെക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി നമുക്ക് ഒന്നിലധികം കണ്ടീഷൻസ് ചെക്ക് ചെയ്യണമെങ്കിലോ അതിനു വേണ്ടിയാണ് നമ്മൾ ഇഫ് ദെൻ എൽസ് ഇഫ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇഫ് ദെൻ എൽസ് ഇഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യമേ ഇഫിന്റെ കണ്ടീഷൻ വർക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുന്നു ശരിയാണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ എൽസ് ഇഫ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ താഴെ എത്ര എൽസ് ഇഫുകൾ ഉണ്ട് അവയെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് നോക്കുന്നു. അതെല്ലാം ഫോൾസ് ആണെങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ എൽസ് പാർട്ട് വർക്ക് ആവുന്നത്. സിന്റാക്സ് എന്നിരിക്കുന്നത് നോക്കുക. ഇഫിനോട് കൂടി കണ്ടീഷൻ, then ഇഫിന്റെ ബോഡി, എൽസ് ഇഫ് അടുത്ത കണ്ടീഷൻ, then എൽസ് ഇഫിന്റെ ബോഡി. അങ്ങനെ എത്ര എൽസ് ഇഫുകൾ ഉണ്ടോ അത്രയും എൽസ് ഇഫുകളും അവരുടെ ബോഡിയും, പിന്നെ അതൊന്നും വർക്ക് ആയില്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു എൽസ് പാർട്ടും എൽസ് പാർട്ടിന്റെ ബോഡിയും നമ്മൾ സ്റ്റേറ്റ്മെന്റ് എൻഡ് ഇഫ് കൊടുത്ത് എൻഡ് ചെയ്തിരിക്കുന്നു. എക്സാമ്പിൾ നോക്കുക. എ എന്ന് പറയുന്ന വേരിയബിളും ബി എന്ന് പറയുന്ന വേരിയബിളിനെയും ഇന്റിജർ ഡാറ്റ ടൈപ്പിൽ ഡിക്ലറേഷൻ സെക്ഷനകത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ബിഗിനോട് കൂടിയുള്ള എക്സിക്യൂഷൻ സെക്ഷനകത്ത് നമ്മൾ ആ വേരിയബിൾസിന്റെ കീബോർഡിൽ നിന്നും വാല്യൂസിനെ റീഡ് ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ നോക്കുക. ഈഫിനോട് കൂടി എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എ ഈസ് ഗ്രേറ്റർ ദാൻ ബി എന്നുള്ള മെസ്സേജ് കാണിക്കാൻ പറയുന്നു. ഇനി എൽസ് ഇഫ് ബി ഗ്രേറ്റർ ദാൻ എ, ബി ആണ് എയേക്കാളും വലുതെന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ബി ആണ് ഗ്രേറ്റർ എന്നുള്ള മെസ്സേജ് കാണിക്കുന്നു. ഇതൊന്നും അല്ലെങ്കിൽ എൽസ് പാർട്ടിനകത്ത് ബോത്ത് എ ആൻഡ് ബി ആർ ഈക്വൽ എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടി നമ്മുടെ ഇഫ് എൽസ് ദെൻ സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ വർക്കിംഗ് എങ്ങനെയായിരിക്കും നടക്കുന്നത്? ആദ്യമേ നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ ഇങ്ങോട്ട് വരുന്നു. എയുടെ വാല്യൂ ബിവിനെക്കാട്ടിലും വലുതാണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഈഫിന്റെ പാർട്ട് ആയിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. എന്നിട്ട് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി എന്നുള്ള കാര്യം എക്സിക്യൂട്ട് ആവും. ഇവിടെ നിന്ന് ഈ പ്രോഗ്രാം കൺട്രോള് ടെർമിനേറ്റ് ആയിട്ട് പോകും. ഇനി ഈ കണ്ടീഷൻ ഫോൾസ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ എങ്ങോട്ട് വരും? നേരെ എൽസ് ഇഫിലോട്ട് വരുന്നു. അവിടുത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അത് ട്രൂ ആണെങ്കിൽ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും പ്രിന്റ് ആയിട്ട് കാണിക്കുന്നത്. ഇനി ഈ കണ്ടീഷനും തെറ്റാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിലാണ് എങ്ങോട്ട് വരുന്നത്? എൽസിലോട്ട് വരുന്നത്. അതായത് ഈഫിനോട് കൂടിയുള്ള കണ്ടീഷനും എൽസ് ഇഫിനോട് കൂടിയുള്ള കണ്ടീഷനും തെറ്റാണെങ്കിൽ മാത്രമാണ് എൽസ് പാർട്ടിലോട്ട് വരുന്നത്. അതിനുശേഷം എന്ത് എക്സിക്യൂട്ട് ആകും? എയും ബിയും ഈക്വൽ ആണെന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും ഇവിടെ പ്രിന്റ് ആവുന്നത്. ഇവിടെ ഒരു എൽസ് ഇഫ് മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ എത്ര എൽസ് ഇഫുകൾ ഉണ്ടോ അത്രയും എണ്ണം ചെക്ക് ചെയ്തിട്ടായിരിക്കും എൽസ് പാർട്ടിലോട്ട് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ആണിത്. എയുടെ വാല്യൂ 8 എന്നും ബിയുടെ വാല്യൂ 5 എന്നും യൂസർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എൽസ് ഇഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്? എ ഈസ് ഗ്രേറ്റർ ദാൻ ബി, എയുടെ വാല്യൂ ബിയേക്കാളും വലുതാന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്.